അഭിവൃദ്ധരായ ഭക്തജനങ്ങളെ നാട്ടുകാര്, നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വളർച്ചയുടെ ഒരു സുപ്രധാന ഘട്ടത്തെ സൂചിപ്പിക്കുന്ന രണ്ട് സംരംഭങ്ങളുടെ ഉദ്ഘാടനമാണ് ഈ സമ്മേളനത്തിൽ നടക്കാൻ പോകുന്നത്. ഒരു ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് സമാരംഭിക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി മീരയെയും മേഘയെയും ക്ഷണിക്കുന്നു. സംബന്ധിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നതിന് ക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറി ശ്രീ ഷാജി ക്ഷണിക്കും. കുറച്ച് നാളുകൊണ്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനറായിരുന്ന അഭിരാം വേദിയിലേക്ക് വന്നു. അപ്പോൾ അഭിരാമിൻ്റെ ഒരു 2 വർഷത്തെ പ്രവർത്തന ഫലമാണ് നമ്മൾ ഇന്ന് ഒരു കലണ്ടർ ഇറക്കിയത്. അതുപോലെ തന്നെ അഭിരാമിൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു നമ്മുടെ ഈ ചെറുപ്പക്കാരായ കുറച്ച് കൂട്ടരെ നമ്മുടെ ക്ഷേത്രത്തിലോട്ട് അടുപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സംവിധാനമാണ് ഇന്ന് PSC കോച്ചിങ് എന്ന ഒരു നിലയിലേക്ക് നമ്മൾ സാധാരണക്കാർക്ക് സൗജന്യമായിട്ട് PSC കോച്ചിങ് നൽകുന്ന ഒരു സംരംഭം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ചുക്കാൻ പിടിച്ചത് അഭിരാമായിരുന്നു. നമ്മുടെ ട്രസ്റ്റ് രൂപീകൃതമായിട്ട് 8 വർഷം പൂർത്തിയാവുകയാണ്. അടുത്ത വർഷം, അതായത് ട്രസ്റ്റിൻ്റെ കാലാവധി 3 വർഷമാണ്. നമ്മുടെ ക്ഷേത്ര ട്രസ്റ്റ് എന്ന് പറയുന്നത് പൊതുജന ട്രസ്റ്റാണ്. നാട്ടുകാർക്ക് ആർക്ക് വേണമെങ്കിലും ട്രസ്റ്റ് അംഗമാകാം. ജാതി മതഭേദമന്യേ ആർക്ക് വേണമെങ്കിലും നമ്മുടെ ട്രസ്റ്റിൽ അംഗമാകാം. ഇതിൽ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ പോലും നമ്മുടെ ക്ഷേത്രത്തിന് ട്രസ്റ്റിൻ്റെ അംഗമാണ്. ഓരോ മാസം കഴിയുന്തോറും അമ്പലത്തിൽ വരുന്ന വിശ്വാസികളുടെ എണ്ണവും അതുപോലെ തന്നെ ഈ പ്രവർത്തിക്കാൻ വരുന്ന ആൾക്കാരുടെ എണ്ണമൊക്കെ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതലായിട്ട് കുറച്ച് ഇതിൻ്റെ ട്രസ്റ്റിനെ പറ്റിയുള്ള സുരേഷ് സാർ അധ്യക്ഷ പ്രവർത്തനത്തിൽ പറയും. അപ്പം ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിച്ചൊന്നും പോകുന്നില്ല, സ്വാഗതത്തിലേക്ക് കിടക്കുകയാണ്. പള്ളിക്ക് പോലീസ് SHO രാജീവ് കുമാർ സാർ. കഴിഞ്ഞ വർഷം ഉത്സവത്തിനിവിടെ വന്നവരെല്ലാം കാണും. നല്ല രീതിയിൽ കിഴക്കനേല ജംഗ്ഷൻ മുതൽ കുളമുട വരെ പോവുകയും വീണ്ടും അവിടെ നിന്ന് നേരെ കിഴക്കനേല വരെ വരികയും അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രണത്തിനും ഏത് കാര്യത്തിനായാലും ആദ്യ അവസാനം നമ്മളോട് സഹകരിച്ചു നിന്ന രാജീവ് കുമാർ സാർ, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഉദ്ഘാടനത്തിനായിട്ട് സ്വാഗതം ചെയ്യും. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വളർച്ചയുടെ സുപ്രധാനമായ ഒരു ഘട്ടത്തിലെ 2 സംരംഭങ്ങളുടെ ഉദ്ഘാടനമെന്നാണ് ഞാൻ ആമുഖമായി നേരത്തെ സൂചിപ്പിച്ചത്. പരമസാത്വികനും അധ്യാപകനും ഗുരുവായൂരപ്പ ഭക്തനുമായിരുന്ന പുള്ളിനിൽക്കുമ്പോൾ വീട്ടിൽ ശ്രീ ശിവശങ്കര പിള്ള
സ്വന്തം ആവശ്യത്തിനായി സ്ഥാപിച്ച ഒരു ആരാധനാലയമായിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ തുടക്കം. അദ്ദേഹത്തിൻ്റെ കാലശേഷം ഇത് ജീർണിച്ചു കിടക്കുകയും ഒട്ടേറെ നാൾ ശ്രദ്ധിക്കപ്പെടാതെയും വേണ്ട രീതിയിൽ പരിശീലിക്കപ്പെടാതെയും കിടക്കുകയായിരുന്നു. അപ്പോഴാണ് 2013 ഈ ക്ഷേത്രത്തിൻ്റെ അസ്തിത്വത്തിൽ ഗാഠവിശ്വാസമുണ്ടായിരുന്ന ഒട്ടേറെ ഭക്തജനങ്ങൾ ഒന്നിച്ചുകൂടി നാട്ടുകാരുടെ ഒരു ക്ഷേത്ര പുനരുദ്ധാരണ സമിതി രൂപവത്കരിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ശ്രീ ഗുരുവായൂരപ്പനെയും ഈ ക്ഷേത്രത്തെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം കിഴക്കനേല നിവാസികൾക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം. അത്രമേൽ ഈ ദേവനെ അവർ വിശ്വസിച്ചു കഴിഞ്ഞു. അവരുടെ അഭീഷ്ടസിദ്ധി സാധിച്ചു കൊടുക്കുന്ന ഒരു പ്രിയ ദേവനായി ശ്രീ ഗുരുവായൂരപ്പനെ അവർ കണ്ടു കഴിഞ്ഞു. വൃശ്ചിക മാസം ആകുമ്പോഴേക്കും മാലയിട്ട് ഭക്തജനങ്ങൾ ശബരിമലയ്ക്ക് പോകുന്നു. പണ്ടൊക്കെ ഈ ശബരിമലയ്ക്ക് പോകുന്ന സമയമാകുമ്പോഴേക്കും വീടുകളിലൊക്കെ പലവിധ ആഘോഷങ്ങളാണ്. പണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ പുലി പിടിക്കാതെ വരുന്നതിന് വേണ്ടി ആളുകൾ വീട്ടിലുള്ളവർ പ്രാർത്ഥിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് 41 ദിവസം വ്രതം എടുത്ത ആളുകൾ പോകാറുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. രാവിലെ തീരുമാനിക്കും വൈകിട്ട് പോകാമെന്ന്, വൈകിട്ട് പോവുകയാണ്. അപ്പോൾ അന്ന് വീട്ടുകാരുടെ വ്രതമാണ്. എന്നിട്ട് പോകുന്ന സമയമാകുമ്പോഴേക്കും വലിയ മൈക്കൊക്കെ വെച്ച് അയ്യപ്പ ഭക്തജനങ്ങളൊക്കെ വെച്ച് ഭജനയും, ഞങ്ങളുടെ ആഴി പടുക്ക എന്നൊക്കെ പറയും, വലിയ ആഴി കൂട്ടി അതിനകത്തോട് ചാടുകയും, അപ്പോൾ അതിൻ്റെ പ്രസാദമൊക്കെ വാങ്ങിക്കാൻ ഞങ്ങളെ കുട്ടികൾ പോയി നിൽക്കുന്ന ഓർമ്മകളൊക്കെ ചെറുപ്പം മുതലേ ഉണ്ട്. തങ്കയങ്കി ഘോഷയാത്ര, ഇങ്ങനെ പല ഘോഷയാത്രകൾ അതിൻ്റെ ആ പള്ളിക്കൽ പ്രദേശത്ത് പെരുന്നാട് പ്രദേശത്ത് അതിൻ്റെ സുഗമമായ യാത്രയ്ക്കും അതിന് യാതൊരുവിധ കുഴപ്പമുണ്ടാകാതെ പോകുന്നതിനൊക്കെ ചുക്കാൻ പിടിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു തൊട്ടുമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ സമയം ഏറ്റവും സന്തോഷം നിറഞ്ഞ, മനസ്സിന് വളരെയധികം കുളിർമയുള്ള ഒരു സമയമാണ്. പലപ്പോഴും ഉത്സവങ്ങളെന്ന് പറയുന്നത് പോലീസിന് തലവേദനയുള്ള ഒരു സമയമാണ്. ക്ഷേത്രോത്സവങ്ങളെന്ന് പറയുമ്പോൾ ഭക്തജനങ്ങൾക്ക് ആഹ്ലാദിക്കാനും കുടുംബ സമേതം വന്ന് കുട്ടികളെ കൊണ്ടുവന്ന് പരിപാടികൾ കാണിക്കാനും ക്ഷേത്ര പരിസരത്ത് വന്ന് ആഘോഷിക്കാനും ഒക്കെ ഉള്ള ഒരു സമയമാണെങ്കിൽ പോലീസുകാരെ സംബന്ധിച്ച് അതൊരു വല്ലാത്ത ആശങ്കയുടെ സമയമാണ്. കാരണം നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ പലതരത്തിലുള്ള ദുശ്ചിന്തകൾ കടന്നു വരുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ അതുകൊണ്ട് ഈ ചെറുപ്പക്കാരൊക്കെ പലരും മദ്യപിച്ചും മറ്റ് മയക്കുമരുന്ന് ഉപയോഗിച്ചുമൊക്കെ ഈ സാധാരണക്കാരായ അല്ലെങ്കിൽ സമാധാനകാംക്ഷികളായ ഭക്തജനങ്ങൾ സന്തോഷപൂർവ്വം അവർ കൊണ്ടാടുന്ന ആഘോഷത്തിനിടയിൽ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കി, അടിയും മറ്റു പ്രശ്നങ്ങളുണ്ടാക്കി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് കൊണ്ട് ആഘോഷങ്ങൾ ഞങ്ങൾക്ക് പലപ്പോഴും, എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾക്ക് വളരെയധികം ആശങ്ക ഉണ്ടാകുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെറുപ്പക്കാരൊക്കെ വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള കോച്ചിങ് സെൻ്ററുകൾ വളരെയധികം സഹായകമാകും. നമുക്കറിയാം, നമ്മുടെ ഏതൊരു ചെറുപ്പക്കാരനും പഠിച്ചു വരുന്ന ഏതൊരു കുട്ടിക്കും അവൻ്റെ സങ്കല്പത്തിലുള്ള ഒന്നാണ് സർക്കാർ ജോലി. സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ ജോലി എടുക്കാതെ ശമ്പളം വാങ്ങിക്കുക എന്നുള്ളതല്ല. കാലഘട്ടമൊക്കെ പോയി ജോലി ഭാരം വളരെയധികം കൂടുതലാണ് ഇന്നിപ്പോൾ. ഇപ്പം ഞങ്ങളുടെ കാര്യം പറഞ്ഞാൽ 24x365 എന്നാലും ഒരു ദിവസം നമുക്ക് തികയില്ല. 24 മണിക്കൂർ കൊണ്ട് തികയാത്ത രീതിയിലുള്ള പണി നമുക്ക് വരാറുണ്ട്. നമ്മളെ 50 പേരുണ്ടെങ്കിലും തീരാത്ത പണികളാണ് 25 പേര് ചെയ്യുന്നത്. ക്ഷേത്ര കലണ്ടർ, ക്ഷേത്രത്തിലെ പലപ്പോഴും പല ക്ഷേത്രങ്ങളിലും പലതരത്തിലുള്ള പ്രത്യേക ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു കലണ്ടർ, അത് ഭക്തജനങ്ങൾക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. നമുക്കൊരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തിൽ വന്ന് നമ്മൾ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം അത് വളരെ വലുതാണ്. ക്ഷേത്രങ്ങളിലേക്ക് പ്രാധാന്യം അതാണ്. ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു. എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച എല്ലാ ക്ഷേത്ര ഭാരവാഹികൾക്കും ഭക്തജനങ്ങൾക്കുമുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ഈ വർഷത്തെ ഉത്സവം ഗംഭീരമായി ആഘോഷിക്കാം.
അഗ്നിവീറായിട്ട് സെലക്ഷൻ കിട്ടി ട്രെയിനിങ് പൂർത്തിയായി വന്നിരിക്കുന്ന നമ്മുടെ അയൽക്കാരൻ സച്ചിത് എസ് ലാലിനെ ആദരിക്കണം. ഒരു പൊന്നാട ചാർത്തി രാജീവ് സാർ ആദരിക്കുന്നു. സച്ചിതിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഈ കലണ്ടർ ഇന്ന് ഇതേ രൂപത്തിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന കലണ്ടർ മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തത് ആകാശാണ്. ഹരികൃപ അഡ്വർടൈസിങ്. അദ്ദേഹം ₹1 പോലും വാങ്ങാതെയാണ് അത് അത്രയും ഡിസൈൻ ചെയ്ത് തന്നത്. അദ്ദേഹത്തെ ഒന്ന് ആദരിക്കുന്ന ഒരു പൊന്നാട ചാർത്തി ആദരിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അടുത്തതായത് നമ്മുടെ PSC ക്ലാസിൻ്റെയും കലണ്ടറിൻ്റെയും ഒക്കെ അമരക്കാരനായിട്ട് പ്രവർത്തിച്ച നമ്മുടെ ഇതിൻ്റെ കൺവീനർ, പ്രോഗ്രാമിൻ്റെ കൺവീനർ അഭിരാമിനെ. ഇത്ര ഒരു സൗന്ദര്യം നൽകി പ്രൗഢഗംഭീരമായി തീർത്ത പള്ളിക്കൽ സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീമാൻ രാജീവ് കുമാർ സാറിന് എൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ട്രസ്റ്റിൻ്റെ പേരിലും നന്ദി കടപ്പാട് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒപ്പം അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഗുരുവായൂരപ്പന് കൃപാകടാക്ഷം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ.